ഞാനിവിടെ ഒളിച്ചിരിക്കാം. അയാൾ ഇവിടെ വന്നാലുടൻ നീ റൊമാൻറ്റിക്കായി ചിരിച്ച് അയാൾ ഇവിടെ നിർത്തുന്നു. എന്നിട്ട് ഈ ജ്യൂസ് അയാൾക്ക് കൊടുക്കുന്നു. കൊടുക്കും മുമ്പ് അയാൾ കാണാതെ സ്ലീപ്പിംഗ് പിൽസ് അതിലിടാൻ മറക്കണ്ട. അപ്പോഴേക്കും ഞാൻ ഈ ടേപ്പ് റെക്കോർഡ് ഓൺ ചെയ്യും. അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്ക്. കത്തി ഇവിടെ ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. ആളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞ് മാത്രം തോക്കും കത്തിയും എടുത്താൽ മതി. 8 മണിക്കല്ലേ വരാൻ പറഞ്ഞത്? ഇനി 5 മിനിറ്റേ ഉള്ളൂ. പിന്നെ അയാൾ ഉറങ്ങിത്തുടങ്ങിയാൽ നമ്മൾ 2 പേരും ചാടി പുറത്തിറങ്ങി വാതിൽ പൂട്ടുന്നു. ഓക്കെ. എന്നിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നു. ഓക്കെ ഓക്കെ. ബാക്കി കാര്യം പോലീസും പ്രിൻസിപ്പളൊക്കെ ഹാൻഡിൽ ചെയ്തോളൂ. ഓ, കീർത്തിയുടെ മുറിയിലെ ലൈറ്റ് ഓൺ അല്ലേ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ എന്നിട്ട് അവൾ തന്നെ ഒരു തോന്നിയസവും കാട്ടും. അത് വിട്. നമ്മുടെ മുറിയിലുള്ള ലൈറ്റ് മാത്രമല്ലേ തെളിഞ്ഞിരിക്കുള്ളൂ എന്നല്ലേ നീ ആ രമേശനോട് പറഞ്ഞിരുന്നേ? അതെ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നീ ഇവിടെ നിൽക്ക്. ഞാൻ പോയി ഇപ്പം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരാം. എനിക്കിവിടെ തനിച്ച് നിൽക്കാൻ പേടിയാ. നോ നോ നോ, നീ ഇവിടെ നിന്നേ പറ്റൂ. ജോസൂട്ടി പേടിക്കണ്ട, ഞാൻ ഇപ്പോൾ വരാം. സന്ധ്യ ആൻഡ് ജ്യോതി, 2 പെൺകുട്ടികളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഡബിങ് റൗണ്ടിലെ? കുഴപ്പമില്ല. ജ്യോതിക്ക് സാമാന്യം എളുപ്പമായിരുന്നു. വളരെ ലൈറ്റായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. സന്ധ്യക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. അത് പെർഫോമൻസിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. പെർഫോമൻസിനെ ബാധിച്ചിരുന്നു. കാരണം ആ ഇമോഷൻ അത് ഒന്നാമത് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്തു. ഒരേ തരത്തിൽ ഡയലോഗ്സ് ഒരേപോലെ പറഞ്ഞാൽ ചെറിയ മോണോട്ടണസ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് സംഗീതം പോലെ ഇരിക്കുന്ന അറിയാം ഡയലോഗ്. പല സ്വരങ്ങൾ കയറി ഇറങ്ങിയൊക്കെ വരണം. ഇത് ആദ്യമൊക്കെ നമുക്ക് ആ മോഡുലേഷൻ കറക്റ്റായിരുന്നു. പിന്നീട് വന്നപ്പോൾ അതിങ്ങനെ ഒരു മോണോട്ടണസ് ഫീൽ ചെയ്തു. മാത്രമല്ല താൻ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ മോണോട്ടണസ് വന്നത്. വെറുതെ നോക്കി വായിക്കുക. അപ്പോൾ അത് വായിച്ച് തീർത്ത് വേഗം രക്ഷപ്പെടാനാണ് നോക്കിയത്. അതാണ് പറ്റിയത്. പക്ഷേ ഇയാളത് അസലായിട്ട് ചെയ്തു, നന്നായി ചെയ്തു. ഞാൻ ആ ഇമോഷനിലേക്ക് എത്താൻ ശ്രമിച്ചു. ഞാൻ ശ്രദ്ധിച്ചിരുന്നു അയാൾ ആ സ്ക്രീനിൽ മാത്രമായിരുന്നു ശ്രദ്ധ. കുറച്ച് ഡയലോഗ്സ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടും കൂടി കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവാം. പക്ഷേ ആ ഇമോഷനോട് ഒത്തു നിൽക്കാൻ പറ്റി, നന്നായിരുന്നു. മാത്രമല്ല ഡബ് ചെയ്യാൻ പറ്റുന്ന ഒരു വോയിസ് ഉണ്ട്. ഞാൻ ആശയോട് പറഞ്ഞ തന്നെയാണ് സന്ധ്യയോടും പറയുന്നത്. സന്ധ്യ ഗ്രൂമിങ്ങിൽ ചെയ്തതിൻ്റെ പകുതി വന്നിട്ടില്ല. ഗ്രൂമിങ് ചെയ്തപ്പോൾ ആക്ച്വലി ഞാൻ ഐ വാസ് സോ സർപ്രൈസ്ഡ്. അല്ലേ ജ്യോതിക്ക് തോന്നി? സന്ധ്യയുടെ വോയിസ് മോഡുലേഷനും ഇമോഷനും എല്ലാം നന്നായിട്ട് ചെയ്തിരുന്നു. സോ ആക്ച്വലി സന്ധ്യ വരുന്നതിന് ഞാൻ വെറുതെ പറയുന്നതല്ലത്. ഞാൻ ലോയ് സാറിനോട് പറഞ്ഞിരുന്നു, സന്ധ്യ ഒന്ന് ശ്രദ്ധിക്കണം, നന്നായിട്ട് ചെയ്യുന്ന കുട്ടിയാണെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് വായനയാണ് പ്രശ്നം. വായിക്കുക എന്നുള്ളതല്ല ഡബിങ്. നമുക്കറിയാം, നമുക്ക് അറിയാം സമയം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ഈ കാണുന്നത് വെച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതൊക്കെ. പക്ഷേ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ കുറച്ച് കഴിവുള്ള ആളുകൾ അത് ഉപയോഗിക്കില്ലെങ്കിൽ ഞാനത് പറഞ്ഞു തന്നേ പറ്റൂ, നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ജ്യോതി വാസ് റിയലി ഗുഡ്. റിയലി ഗുഡ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം ജ്യോതി ആ ഡയലോഗ് സിങ്ക് ചെയ്ത് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഡയലോഗിൻ്റെ എമോഷനും മോഡുലേഷനും കറക്റ്റ് ആയതുകൊണ്ടോ എന്ന് മാത്രമല്ല. ജ്യോതി അതല്ലാതെ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ പറയുന്ന ചില വാക്കുകളുണ്ട്, തിങ്സ് ഇടുക എന്നൊക്കെ പറയും അവർ. അവിടെ ഒരു തിങ് ഉണ്ട്, അവിടെ ഒരു എഫക്റ്റ് ഉണ്ട് എന്നൊക്കെ അവർ സ്ഥിരമായിട്ട് പറയുന്ന വാക്കുകൾ. ഇത് കൃത്യമായിട്ട് ചെയ്തിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. സന്ധ്യ സ്ക്രീനിലോട്ട് നോക്കിയിട്ടേ ഇല്ല. പിന്നെ വന്നിട്ട് ക്ലാരിറ്റി, ഡയലോഗ്സ് പറഞ്ഞതിൻ്റെ ക്ലാരിറ്റി ഒന്നുമില്ല, മോഡുലേഷൻ ഇല്ലായിരുന്നു. സന്ധ്യ അങ്ങ് വായിച്ചു നോക്കിയിട്ട്. ഞാനത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. സന്ധ്യ ഡയലോഗ്സൊക്കെ പറയുന്ന ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി വിത്ത് മോഡുലേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഐ വാസ് ഷോക്ക്ഡ് എന്ത് പറ്റി എന്നുള്ളത്. ജ്യോതിയുടെ വന്നിട്ട് ഇറ്റ് വാസ് എ വെരി ഗുഡ് എഫേർട്ട്. ജ്യോതി നന്നായിരുന്നു. സന്ധ്യ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം കേട്ടോ. ഓക്കെ.